80കളിലും 90കളിലും കേരളത്തിലെ തിയേറ്ററുകളിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചൊരു പേരുണ്ട്, ജീൻ ക്ലോഡ് വാൻ ഡാം. ഹോളിവുഡ് സിനിമകൾക്ക് ഇത്രയധികം ആരാധകരെ കേരളത്തിൽ നേടിക്കൊടുത്ത് മറ്റൊരു ആക്ഷൻ താരമുണ്ടോ എന്ന് സംശയമാണ്. അന്ന് നമ്മുടെ നാട്ടിലെ റിലീസ് തിയേറ്ററുകൾക്ക് മുന്നിൽ വാൻ ഡാം ചിത്രങ്ങൾക്കായി ക്യൂ നിന്ന പഴയ കൗമാരക്കാർക്ക് അദ്ദേഹം വെറുമൊരു നടനല്ല, ഒരു ആവേശമായിരുന്നു. പുതിയ തലമുറക്ക് അദ്ദേഹം ഇന്നൊരു അപരിചിതനായിരിക്കാം. എന്നാൽ ജോൺ വിക്കും സ്പൈഡർമാനും അയൺ മാനും വരുന്നതിന് മുൻപ് നമ്മുടെയൊക്കെ യഥാർത്ഥ ചൈൽഡ്ഹുഡ് ഹീറോ ഇദ്ദേഹമായിരുന്നു. സിനിമ കണ്ട ആവേശം കയറി വാൻ ഡാമിന്റെ അവിഖ്യാതമായ സ്പ്ലിറ്റും 360 ഡിഗ്രി കിക്കുകളും വീട്ടുമുറ്റത്ത് അനുകരിക്കാൻ ശ്രമിക്കാത്ത മലയാളികൾ അന്ന് ചുരുക്കമായിരുന്നു. ഇന്നത്തെ സിനിമകൾ CGIയുടെയും വയർ വർക്കുകളുടെയും മാന്ത്രികതയിൽ വിരിയുമ്പോൾ വാൻ ഡാം വെള്ളിത്തിരയിൽ അത്ഭുതം കാട്ടിയത് സ്വന്തം മെയ്വഴക്കം കൊണ്ടാണ്. ബ്ലഡ് സ്പോർട്ടും കിക്ക് ബോക്സറിലും നാം കണ്ട അസാമാന്യമായ ഫൈറ്റുകൾ 100% ഒറിജിനലായിരുന്നു. മാർഷൽ ആർട്സിനെ ആഗോള തലത്തിൽ ഇത്രയധികം പോപ്പുലർ ആക്കിയതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതാണ്. പിന്നീട് വന്ന പല തലമുറകളിലെ ഫൈറ്റർമാർക്കും ആക്ഷൻ ഡയറക്ടേഴ്സിനും വാൻ ഡാം ഒരു വലിയ ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. ആ കരുത്തും ചുടലതയും പകരം വെക്കാനാവാത്ത ഒന്നാണ്. കാലം മാറിയാലും ആ പഴയ സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളിൽ വാൻ ഡാം പായിച്ച കിക്കുകളുടെ ആവേശം ഇന്നും നമ്മുടെ ഉള്ളിലുണ്ടാകും. ഇതുപോലെയുള്ള സിനിമാ വിശേഷങ്ങൾക്കും ഓർമ്മകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ വരെ ബൈ.